നിർത്തിയിട്ട് പോവാണെങ്കിൽ എന്നെ കാണത്തില്ല. നോക്കിക്കോ, ഞാൻ എന്തേലും ചെയ്യും, എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്കങ്ങ് വരണം, എനിക്ക് പേടിയാ. എനിക്കങ്ങ് വരണം, എനിക്ക് പറ്റത്തില്ല. പറ്റത്തില്ല അച്ഛാ. കുഴപ്പമൊന്നുമില്ല. അടിക്കും, എനിക്ക് പേടിയാ. എന്നെ അടിക്കും. ഇവിടെ നിറങ്ങി പോവാനൊക്കെ പറഞ്ഞു. അതൊക്കെ ചുമ്മാ, അതൊക്കെ ദേഷ്യം മറ്റും പറയുന്നില്ല. അങ്ങനെയൊക്കെ തന്നെ മക്കളെ ജീവിതം എന്ന് പറയുന്നേ. എനിക്ക് പേടിയാ. അത് നേരത്തെ തന്നെ, അത് നേരത്തെ തന്നെ. കേട്ടാ, തരാനുള്ളത് തരാം. അതിൻ്റെ തന്തമ്മ എന്നെ പറ്റിച്ചാണ്. പെണ്ണ് കാണാൻ വന്നതിൻ്റെ അന്ന് നിൻ്റെ തന്തയുടെ ചിത്രം എനിക്ക് മനസ്സിലായതാണ്. എന്നിട്ട് റൂമിൽ വേറെ കൊടുത്ത കല്ലോട്ട് തന്നേക്കുന്നു. പക്ഷെ അന്നത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്ത്? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേടി ഏത് കാറാണ് എനിക്ക് വേണ്ടതെന്ന്? എന്നെ ഉമ്മിച്ചിട്ട് നീ കിടന്ന് മോങ്ങുന്നോടി. മോക്കറിയാവുന്നതല്ലേ അവൻ്റെ സ്വഭാവം? എനിക്ക് അതിൻ്റെ പണം പറ്റാത്തതുകൊണ്ടോ? നമ്മളല്ലേ മോളെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്. പുതിയതായിട്ടൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കണ്ണും കാതുമൊക്കെ പൊത്തി വേണം ജീവിക്കാൻ. സാരമില്ല, അവൻ സ്നേഹമുള്ളവനാ. എന്തായാലും മോളെ പുറത്ത് നിർത്തില്ല. മോളെ, ആ കാർ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അവനിങ്ങനെയൊക്കെ. കാറ് മാറ്റുന്ന കാര്യത്തിലും ബാക്കിയുള്ള സ്വർണത്തിൻ്റെ കാര്യത്തിലും തീരുമാനം എടുക്കാൻ മോൾ അച്ഛനോട് പറയണം. എല്ലാം മോൾക്ക് തന്നെ ഉള്ളതല്ലേ. പിന്നെ മോളെ, മോളുടെ ഫോൺ ഉപയോഗം ഒന്ന് കുറക്കണം. ഹലോ അമ്മ, എനിക്കൊരു 1000 രൂപ ഇട്ട് ഒരു അക്കൗണ്ടിൽ എക്സാം ഫീസ് അടയ്ക്കാനും. അത് അവനോട് ചോദിച്ചാൽ പോരായിരുന്നോ? ഏട്ടനോട് ചോദിക്കാൻ എനിക്ക് പേടിയാണ്, എന്നെ അടിക്കും. എന്നാൽ ഞാൻ അച്ഛനോട് പറഞ്ഞ് മോളുടെ അക്കൗണ്ടിലേക്ക് ഇടിക്കാം. വേണ്ട, അച്ഛനേട്ടനൊക്കെ എന്നോട് ദേഷ്യമായിരിക്കില്ലേ? അവർ കാരണം നീ അടികൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ നിന്നെ വിളിക്കാത്തത്. അച്ഛൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നു നീ അങ്ങോട്ട് പോകണ്ടെന്ന്. ഒരു കാര്യമില്ലാതെയല്ലേ അവൻ വന്ന് നിന്റെ ചേട്ടനെ അടിച്ചത്. അപ്പം എന്നെ അടിക്കുന്നതും അതുപോലെയാണ് ഇത്. അവൻ നിന്റെ ഭർത്താവാണ്. ഞാൻ ഇനി അവിടെ നിന്നാ അച്ഛനും ഏട്ടനൊക്കെ നാണക്കേടോ, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ നിന്നെ ഇത്രയും സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു വിട്ടത് നീ അവിടെ സന്തോഷത്തോടെ ഇരിക്കാനാ. മോൾക്ക് അവിടെ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ അച്ഛനോട് സംസാരിക്കാം. വേണ്ടമ്മ, എൻ്റെ ശരീരത്തെ ആദ്യമായിട്ട് തൊട്ടത് ഏട്ടനാ. എനിക്കിനി ഏട്ടനില്ലാതെ പറ്റില്ല. മോളെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്ക്. ബാക്കിയുള്ള സ്വർണം കൂടി കൊടുത്തു കഴിയുമ്പോൾ എല്ലാം ശരിയാവും.
നിനക്കെന്നെ തീരെ പറ്റുന്നില്ലല്ലോടി. നിനക്കെന്നെ തീരെ പറ്റുന്നില്ലല്ലോടി. പറ്റുന്നില്ലടി. നീയെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവളുടെ ഒരു കോളേജിൽ പോക്കും അവളുടെ കൊണച്ച മാറുന്നുള്ള അവളുടെ നമ്മുടെ ഫോൺ വിളിയും. എന്നിട്ട് ഞാൻ അവളുടെ അടുത്തോട്ട് വരുമ്പോൾ അവിടെ ഒരു ഓക്കാനം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് നീ വിചാരിക്കരുത് കേട്ടോ. നീ കോളേജിലും പൊന്നിലും ഒരുത്തിന്റെ കാലിടലും പൊന്നിലടി മൈരേ. നിനക്ക് എന്തോ ഇത്ര ഓക്കാനം കയറി കൂട്ടി. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാനല്ലേ?